Hello, welcome to market discussion of the day. Today, February 12, 2025, വെനസ്ഡേ ആണ്. സോ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഇന്ന് CPI ഡേ ആണെന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മുടെ അടുത്ത ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. Okay, so coming to market discussion, coming to fundamental side, in the CPI day, CPI Indian timing, UK timing 1:30 മണിക്കാണ് CPI വരുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് അത് 7 മണിയാണെന്നുള്ളതാണ്. സോ ആ സമയത്തിന് 1-2 മണിക്കൂർ മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അതിന് 1.5 മണിക്കൂറിന് ശേഷം, അതായത് 3 മണിക്ക് UK ടൈമിംഗ് 3 മണിക്ക് നമുക്ക് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ പവലും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നല്ലൊരു ധാരണയിലല്ലാത്തത് കൊണ്ടിട്ട് തന്നെ എന്താണ് പുള്ളിക്കാരൻ പറയുന്നതും എന്നുള്ള കാര്യവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അത് മാത്രമല്ല, ഓക്കെ, നമുക്ക് എക്കണോമിക് കലണ്ടറിൽ CPI ഡേ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. പക്ഷേ അതിൻ്റെ പുറമെ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ താരിഫ് വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ താരിഫ് ഇംപ്ലിമെൻറ്റേഷൻ, നേരത്തെ ട്രംപ് പറഞ്ഞ താരിഫ് ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ വരുന്നത് മാർച്ച് 12 ഈ പറയുന്ന താരിഫ് ഇംപ്ലിമെൻറ്റേഷനൊക്കെ വരുന്നത്. ഓക്കെ, സോ അതിനൊരു കറക്റ്റ് ഒരു പ്രോപ്പറായിട്ടൊരു ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മാതിരി ഇപ്പം ഗാസ ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യം ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാസയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹമാസ് പറയുന്നത് അത് ഡൊണാൾഡ് ട്രംപ് വെറുതെ ബുള്ളിങ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു ടോക്ക് വരികയും അതിനുശേഷം എന്താ പറയുക, ഇസ്രയേലിലെ ക്യാബിനറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുകയും അപ്പോൾ അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. ഒന്നെങ്കിൽ ഗാസ റീബിൽഡ് ചെയ്തതിനു ശേഷം ഇസ്രയേൽ തന്നെ അവിടെ ഭരിക്കുന്ന കാര്യത്തിനെക്കുറിച്ചുള്ള ഡിസ്കഷനും US ഭരിക്കുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷനും ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാറ്റർഡേ, ഈ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തീരുമാനമാവും, സീസ് ഫയർ ബ്രേക്ക് ആവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. സീസ് ഫയർ എങ്ങാനും ബ്രേക്ക് ആയാൽ, സീസ് ഫയർ വന്നപ്പോൾ ഗോൾഡ് താഴോട്ട് പോയില്ല, പക്ഷേ സീസ് ഫയർ ബ്രേക്ക് ആയാൽ ഉറപ്പായിട്ടും ഗോൾഡ് മുകളിലോട്ട് പോകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ സെൽ സൈഡിലോട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ സീസ് ഫയർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഗോൾഡിൽ ട്രേഡ് ചെയ്യുക. ബാക്കിയുള്ള കാര്യത്തിനകത്തൊന്നുമില്ല, ഗോൾഡിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഗോൾഡ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്, ഇവിടുന്ന് നമുക്ക് ബൈ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2880 നിങ്ങൾ കാണുന്നില്ലേ, അതൊരു ഭയങ്കര നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ബൈ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ JPYയിലോട്ട് തന്നെ നമുക്ക് പോവാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം ഗോൾഡിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഗോൾഡിലോട്ട് നമുക്ക് പോകുന്നതായിരിക്കും ബെറ്റർ അല്ലേ. സോ ഗോൾഡ് ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, 2880 നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ ഇന്നലെയും മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നപ്പോൾ മാർക്കറ്റ് എവിടെ വന്നു, 2882 വരെ വന്നിട്ട് മുകളിലോട്ട് പോയി. ഇന്ന് രാവിലെയും മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് ഇന്ന് പോയിട്ട് 2883 വന്നിട്ട് മുകളിലോട്ട് കയറി പോകുന്ന കാര്യം അല്ലേ. സോ നമുക്ക് ഇവിടെ നല്ലൊരു സപ്പോർട്ടുണ്ട്. മാർക്കറ്റ് അവിടെ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും, 2770 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അതായിരിക്കും ഒരു പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് ഉറപ്പായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2880 ബൈ ചെയ്യുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPIക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, 2880 അടുത്ത് ബൈ ചെയ്തിട്ടുള്ള CPIയുടെ മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക. ഇല്ലെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ലോസ് 2770 മാറ്റി ഇപ്പോൾ മാർക്കറ്റ് CPIയുടെ സമയമൊക്കെ ആകുമ്പോൾ 2905 910 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മാറ്റി 2895 കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പോൾ 2885 ബൈ എടുത്തുള്ള ആൾക്ക് ഓൾമോസ്റ്റ് ഒരു 100 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇതാണ് എനിക്ക് എന്താ പറയുക ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് പറയില്ല. ഒരു കാരണവശാലും സെൽ സൈഡ് നിൽക്കരുത്. മാർക്കറ്റ് എങ്ങാനും താഴെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ 2860 അല്ലെങ്കിൽ 2830 കിട്ടിക്കഴിഞ്ഞാൽ ഷുവർ ഷോർട്ട് ബൈ ആണ് അല്ലേ. സോ അത് മനസ്സിൽ വെക്കുക. കാരണം ഒരു
ഒരു രീതിയിലും മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല അൺടിൽ ആൻഡ് അൺലെസ് റഷ്യ ഉക്രൈൻ വാറിൻ്റെ സീസ് ഫയർ വരുന്നത് വരെ. ഓക്കെ, സോ നേരെ നമ്മളുടെ JPY വരുമ്പോൾ JPY ഇപ്പം നിൽക്കുന്നത് 153.58 എന്നുള്ളൊരു പോയിന്റിലാണ് JPY നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് JPY അപ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇനി നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 152 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് ചെയ്യാവുന്നതുള്ളതാണ്. ടേക്ക് പ്രോഫിറ്റ് വന്നിട്ട് 154 വരെ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെക്കാവുന്നതാണ്. ഓക്കെ, സോ CPI ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇനിയുള്ള സമയത്ത് എനിക്കറിയില്ല മാർക്കറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ 153 നിൽക്കുക, ഇപ്പോൾ ഒരു ഫ്രഷ് എൻട്രി ഇല്ല. ഓക്കെ, JPY അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. CPI കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒരു കാരണവശാലും CPI 154 വെച്ച് സെല് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതുമില്ല. ഓക്കെ, സോ ബൈ മാത്രമേ ഉള്ളൂ JPYയിൽ, ബൈ മാത്രം നോക്കുക എന്നുള്ളതാണ്. സോ GBPയിലോട്ട് വരുമ്പം GBPയും നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്താണ്, ബൈ മാത്രമേ ഉള്ളൂ, ബൈ മാത്രമാണ് GBPയിലുള്ളതെന്നുള്ള കാര്യം പറയാറുണ്ട്. അപ്പോൾ GBP ഇനി നമുക്ക് ഒരു 1.2400 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബൈ ചെയ്യാം. ബൈ മാത്രം ചെയ്യുക. 1.2300 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ ബൈയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റിൽ നമ്മളുടെ യൂറോയിലോട്ട് നമ്മൾ വരുമ്പോൾ, യൂറോ ഇന്നലെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.0300 അടുത്ത് വെച്ച് ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിലുള്ള പ്രോഫിറ്റിലാണ്. ഇപ്പോൾ 1.0500 മുകളിലാണ് നല്ലൊരു ബൈ ഉള്ളത്. 1.0200 അടുത്തൊക്കെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരിക്കലും വീണ് കിട്ടുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ ഉണ്ട്. സോ യൂറോയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വരാനിരിക്കുന്നു. അല്ലെ, യൂറോയും GBPയും സംബന്ധിച്ചിടത്തോളം എല്ലാ ലോവർ പോയിന്റിൽ നിന്നും ബൈ ചെയ്ത് പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 1000 പിപ്പ് വരെ മുകളിലോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഇഫ് നമ്മുടെ റഷ്യ ഉക്രൈൻ വാറിന് ഒരു സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ യൂറോയൊക്കെ ഭയങ്കര ലെവലിൽ മുകളിലോട്ട് പോകുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരു 1000 പിപ്പിൻ്റെ എങ്കിലും മൂവ്മെൻറ്റ്. ഇപ്പോൾ 1.0373 ആണെന്നുണ്ടെങ്കിൽ 1.1373 ആ ഒരു ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് പോകും. ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് $10,000 പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഗോൾഡിൻ്റെ കാര്യം, ഗോൾഡ് എന്താ പറയുക, ട്രെൻഡാണ്. ഒരു കാരണവശാലും സെല്ലിലോട്ട് നിൽക്കരുത്. ഓക്കെ, ധൈര്യമായിട്ട് 2880 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുകളിലോട്ടുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട്, സ്റ്റോപ്പ് ലോസ് ഇടണം. ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും ട്രേഡ് എടുക്കരുതെന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.